ഇതാണ് ഞാൻ ഇത് ബ്രൈറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലൈറ്റിംഗ് ഇലുമിനേഷൻസ് ഷോ ആണ് ഇത്. അപ്പോൾ ലിഞ്ച്ബർഗിലാണ്, ലിഞ്ച്ബർഗ് വെർജീനിയയിൽ. അപ്പോൾ ആനുവൽ ഇവൻ്റാണ് ഈ ബ്രൈറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2025 ഇവൻറ്റ്സ് ലൈറ്റിംഗ് ഷോ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊരു വാക്ക് വേ ആണ്. അപ്പോൾ ഇതും ഈ ആർച്ച് പോലെ ഇലുമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും സെൽഫി വീഡിയോസ് ഒക്കെ എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണമെന്നാണ് പറയണത്. ഇതും കൊള്ളാം, നല്ലൊരു ആശയമാണ്. അതെ, ഇത് ഒരു സ്റ്റെയറാണ്. സ്റ്റെയറിൻ്റെ പേയ്മെൻറ്റ്സ് ഒക്കെ ഇലുമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്നതാണ്. ഇതൊരു ആർച്ചും പിന്നെന്താണ് ഒരു ഈ ഷേപ്പിൽ ഇത് സ്റ്റാറെല്ലാം കുറേ സ്റ്റാർ കൂട്ടി വെച്ച പോലെയൊക്കെ ഉള്ള ഇലുമിനേഷനാണ്. അത് വേണമെങ്കിൽ ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇതേപോലത്തെ സ്ട്രക്ചർ, ഇങ്ങനത്തെ ഒരു ഇലുമിനേഷൻ ഉണ്ട്. അത് ആർച്ചിൻ്റെ എൻഡിൽ അങ്ങനെ കൊടുത്തേക്കണം. ഇത് ഇവിടെയുണ്ട്. ഇത് വേണമെങ്കിൽ അടുത്ത് വെച്ച് വേണമെങ്കിൽ. പിന്നെ ഇത് സ്പോൺസേഡ് ബൈ ജെൻവർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനാൻഷ്യൽ കമ്പനിയാണ് ജെൻവർത്ത്. അവർ സ്പോൺസർ ചെയ്യുന്നത്. ഇവിടെയുണ്ട്. അതൊക്കെ ഓരോരുത്തരം ലൈറ്റിംഗ് ഡെക്കറേഷൻസാണ്. അപ്പോൾ ഇത് ഒരു ഡൗൺ ടൗൺ ഏരിയയിൽ ലിഞ്ച്ബർഗിലാണ്. അപ്പോൾ നമ്മൾ ഈ ഡെക്കറേഷൻസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ബോക്സ് പോലെയാണ്, ഗിഫ്റ്റ് ബോക്സ് പോലത്തെ ഡെക്കറേഷൻ. ഒരു ചെടിയുടെയും പൂവിൻ്റെ ഒക്കെ രീതിയിൽ ലൈറ്റിംഗ് ആണ്, ഇലുമിനേഷനാണ്. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ ഒത്തിരി പേര് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചു നേരം കൂടി കാണിക്കുന്നത്. ഇതേപോലെ ഇരിക്കും. ഇത് ഞാൻ കുറച്ച് നേരം കൂടെ കാണിക്കാം. ഇതാണ് ഈ പ്ലാന്റ്സ് മോഡൽ ഇലുമിനേഷൻ. എൻ്റെ വേറൊരു വ്യൂവും കൂടി ഞാൻ നോക്കട്ടെ. നല്ല ഹൈറ്റിൽ നിന്ന് കിട്ടുമെങ്കിൽ കുറേ കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത്. ഇതും ട്രീ, ചെറിയ പനയും
ലാസ്റ്റൊക്കെ ഇലിമിനേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകുന്നുള്ളൊരു മോഡൽ. അത് കൊള്ളാം, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത്. കൊള്ളാം. ഇവിടെ ഞാൻ അടുത്ത് വെച്ചാണ് ഇതാണ് ആ പനയല്ല പാം ട്രീസിൻ്റെ ഇലിമിനേഷൻ. ഒരു വേറൊരു ആംഗിൾ. ഇങ്ങനത്തെ ചോട്ട ഇൻസ്റ്റലേഷൻസും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു സ്റ്റാറായിട്ട് ഇത് ഇങ്ങനെയുള്ളതുണ്ട്. ഇത് കുറച്ച് നേരം കൂടി കാണിക്കാം. ഇത് മരം ഒക്കെ ഒന്ന് ഇലിമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രീ ഇലിമിനേഷനാണ്. ഇത് കുറച്ച് നേരം കൂടി കാണിക്കാം. പിന്നെ കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ പോസ്റ്റുകളൊക്കെ ഇതേപോലെ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റുകളൊക്കെ നന്നായിട്ട് ഇലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതെവിടെ ഇലിമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ട്രീ ഇലിമിനേഷൻ. ഇത് ഒരു ട്രീ ഇലിമിനേഷൻ. ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സ്റ്റെപ്പാണ്. മൊത്തത്തിൽ അടിവരെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ട്രീ ലൈറ്റ് ഇലിമിനേഷനാണ്. കളറിങ്ങനെ മാറി വരുന്നുണ്ട്. ഇത് തേനീച്ചയുടെ ബി ഇലിമിനേഷൻ. ചെടികളുടെ ഇടയിൽ തേനീച്ച എന്നുള്ള കൺസെപ്റ്റിൽ ഇലിമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും നന്നായിട്ടുണ്ട്. ഇവിടെ ഇത് ബാങ്ക് ഓഫ് ദ ജെയിംസ് ആണ് ഇതിൻ്റെ ഇത്. അത് ഇവിടെ മൊത്തത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ബി ഇലുമിനേഷൻ. സ്റ്റാറിൻ്റെ ടൈപ്പ് ഇലുമിനേഷൻ. ഇത് ഞാൻ കുറച്ച് നേരം കാണിക്കാം.
അതായത് സ്റ്റാർ ഇലുമിനേഷൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്, എന്നാലും ഒരു ഭംഗിയുണ്ട് അതിന്. ഇത് ഒരു ബിൽഡിങ്ങിൻ്റെ കോർണറിൽ ഒരു സ്റ്റാർ ലൈക്ക് ഇലുമിനേഷൻ ഇങ്ങനെയുണ്ട്. ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ്, അവിടെ അധികം കണ്ടിട്ടില്ല. ഇതും കാണാൻ കൊള്ളാം. ഇതൊരു സ്റ്റാർ, സ്ട്രെയിറ്റ് സ്റ്റാർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സെയിം കളർ തന്നെയാണ്, നീല കളർ തന്നെയാണ് അതിന്. ഇതും കൊള്ളാം കാണാൻ. ഓവർ ഹെഡ് സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സർക്കുലർ ഗ്ലോ ഇലുമിനേഷനാണ്. ഇത് പല കളറിലാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഈ കളറാണ്. കളറ് മാറി വരുന്നുണ്ട്. ഇതും കൊള്ളാം, പക്ഷേ ഇത് ദൂരെ നിന്ന് കാണുമ്പോഴാണ് ഭംഗി. ഇത് ഇതൊരു ബോള് പോലെ, ഗ്ലോബ് ആണെങ്കിൽ പറയാം. കളറിങ്ങനെ മാറി വരുന്നുണ്ട്. ഈ ഇലുമിനേഷനും കൊള്ളാം. ഇതുപോലെ അടുത്ത് വെച്ച് കാണിക്കാം. ഇതേപോലെ ഇതൊരു സർക്കുലറായിട്ട് ബോൾസ് പോലെ അങ്ങനെ ഇലുമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സർക്കുലർ ഇലുമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കൊള്ളാം, അത് കാണാൻ കൊള്ളാം. സെൽഫി പോയിന്റ് ആണ്. അപ്പോൾ ഇതിവിടെ ഒരു ആർച്ച് പോലെ വെച്ചിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് എടുക്കാം, ഫോട്ടോ എടുക്കാം.
ഇതാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളൂ ഈ ആർച്ച് വെച്ചിട്ട് ഈ സെൽഫി പോയിന്റ് വിത്ത് ഇലുമിനേഷൻ. അതാണ് ഇലുമിനേഷൻ സെൽഫി പോയിൻ്റാണ്. അപ്പോൾ ആൾക്കാർക്ക് വന്ന് ഇരുന്ന് ഫോട്ടോ എടുക്കുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും എല്ലാ പാർക്കുകളിലൊക്കെ നൈറ്റിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് ഫെസ്റ്റീവ് സീസണിൽ. ഒരു സെൽഫി പോയിൻ്റാണിത്. സെൽഫി പോയിൻ്റാണ്, ഒരു പീക്കോക്കിൻ്റെ പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പാർക്കുകളിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇത് കുറേ കളറുണ്ടെന്ന് തോന്നുന്നു. എത്ര കളർ? 7 കളറാണോ? കളർ മാറുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ വയലറ്റ്. ഇത് ഞാൻ 1 മിനിറ്റോളം കാണിക്കാം. കളർ മാറുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ. കളറ് മാറി വരുന്നുണ്ട്. ഓക്കെ, ഇലുമിനേഷൻ സെൽഫി ഇലുമിനേഷൻ പോയിൻ്റാണ്. സെൽഫി പോയിൻ്റ് എന്നാണെങ്കിൽ പറയാം. അപ്പോൾ ഇലുമിനേറ്റഡ് സെൽഫി പോയിൻ്റ്, ഒരു ബട്ടർഫ്ലൈ ഇവിടെ കളറിങ്ങനെ മാറി വരും. എനിക്ക് തോന്നുന്ന സെൽഫി എടുക്കണേക്കാളും നല്ലത് വീഡിയോ എടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. കുറച്ചേരം കൂടി കാണിക്കാം, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വേറെ വ്യൂ വന്നു. ഇതെങ്ങനെ ഇത് കുറച്ചും കൂടി നല്ല കളറാണ്. സ്റ്റാർ ഒരു സെൽഫി പോയിൻ്റാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഇലുമിനേറ്റഡ് സെൽഫി പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് സെൽഫി എടുക്കുന്ന ആൾക്കാർ നല്ല ഫ്ലാഷുമാണ്. ചില സമയത്ത് ആ ലൈറ്റിങ് ശരിയാവില്ല, എന്നാലും കൊള്ളാം. അവിടെ ഭൂമിമലയാളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്.
ചെറിയ കൂടി കാണിക്കാം. പിള്ളേർ ഇതൊരു ഇലിമിനേഷൻ സംഭവമാണ്. പക്ഷേ ഇതിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതൊരു സെൽഫി പോയിന്റ് പോലെയാണ്. ആൾക്കാർക്ക് അവിടെ തലയിട്ട് പിള്ളേർക്കൊക്കെ തലയിട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അതാണ് ഒരു ഇലിമിനേഷൻ, സെൽഫി ഇലിമിനേഷൻ പോയിന്റ് എന്ന് പറയും. സെൽഫി പോയിന്റ് വിത്ത് ഇലിമിനേഷൻ, അതാണ് ഇതിൻ്റെ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഇതൊരു ലൈറ്റ് കർട്ടൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഫോട്ടോ വളരെ നന്നായിട്ടിരിക്കും. ഇത് അകത്തുനിന്ന് എടുക്കുക, പിന്നെ ഇങ്ങനെ ഈ സൈഡ് വ്യൂ ഇങ്ങനെ എടുക്കാം. മിക്കവാറും ഈ നടുക്ക് നിന്നിട്ടുള്ളൊരു ഫോട്ടോ വീഡിയോസാണ് കൂടുതലും എടുക്കാറ്. നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ പുറത്തുനിന്ന് കാണിക്കുന്നത്. ഇതാണ് ഇലുമിനേറ്റഡ് കർട്ടൻ ഫോർ സെൽഫി ഓർ ഫോട്ടോ പോയിന്റ്. ഇലുമിനേറ്റഡ് കർട്ടൻ ഫോർ ഫോട്ടോ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ദൂരെ നിന്ന് കാണിക്കുമ്പോൾ കുറച്ചും കൂടി ലുക്കുണ്ടോ. ഇതേപോലെ ഇരിക്കും. ഇതൊരു നല്ലൊരു ആശയമാണ്. നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊരു റെയിൻഡിയറാണ്. ഇതും ഒരു ഇലിമിനേഷനായിട്ട് പറയാൻ പറ്റില്ല, അതായത് ഡെക്കറേറ്റീവായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യലാണ് റെയിൻഡിയർ. ഇത് കൊള്ളാം ഇലിമിനേഷൻ. ഒന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ്, പിന്നെ ഒരു റെയിൻഡിയർ, ഇതൊരു പപ്പാഞ്ഞി. ഇത് മൂന്നുമാണ്. റെയിൻഡിയർ ഇതേപോലെ ഇരിക്കും. നന്നായിട്ട് ഇലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി കാണിക്കാം. ഇനി ഇത് പപ്പാഞ്ഞി, ഇത് ഇങ്ങനെ ഇലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് ബോക്സും കൂടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് ഗിഫ്റ്റ് ബോക്സിൻ്റെ ഇല്ലേ. ഗിഫ്റ്റ് ബോക്സ് ഇത് ഇലിമിനേഷൻ കാണുന്ന പോലെ അല്ല, ക്യാമറ കാണുന്ന പോലെ അല്ല. ഇവിടെ നേരിട്ട് കാണുമ്പോൾ നല്ല അസാധ്യ ഭംഗിയാണ്. ഇത് വേറെ തരം ഇലിമിനേഷനാണ്. ഇത് സ്നോമാൻ ആണ്. സ്നോമാൻ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാമ്പ്, സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ വന്നിട്ട് രാത്രി നല്ല ഷോ ആണ്. സ്നോമാൻ ഇലിമിനേഷൻ. ഇതൊരു സ്നോമാനാണ്. സ്നോമാൻ ഇതുണ്ട്, പിന്നെ ഒരു ഏഞ്ചലുണ്ട്, പിന്നെ ഒരു സ്നോ ഡോഗ് ഉണ്ട്.
നോഡോഗും ഇലുമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ക്രിസ്മസ് ട്രീ. ഇവിടെ ലിഞ്ച്ബർഗിൽ ഒരു ഫോട്ടോ പോയിൻ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ് ഇത്, ഇലുമിനേറ്റഡ്. അപ്പോൾ ഇത് ക്രാഡോക്ടറി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ക്രിസ്മസ് ട്രീ. ഈ ബാഗിൽ കാണുന്നതാണ് ക്രാഡോക്ടറി ഹോട്ടൽ. ഇതാണ് ക്രിസ്മസ് ട്രീ.